ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. ഞാനിപ്പോഴുള്ളത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു വിഭാഗത്തിലാണ്. ഈ മാതൃശിശു വിഭാഗം സ്വതന്ത്ര വിഭാഗമാക്കി മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം HMC യോഗത്തിൽ HMC അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. HMC മെമ്പർ കുറ്റീരി മാനുപ്പ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം പെരിന്തൽമണ്ണ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ്. ഈ മാതൃശിശു വിഭാഗം, അതായത് കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു, അങ്ങനെ മാതൃശിശു വിഭാഗം ഇവിടെ ആരംഭിച്ചു. ആശുപത്രി സൗകര്യങ്ങൾ കൂടി ഇപ്പോൾ അത് സ്വതന്ത്ര വിഭാഗമാക്കി മാറ്റണമെന്നാണ് കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത്. അത് താങ്കളാണ് ആവശ്യപ്പെട്ടത്. ആ പ്രമേയം പ്രത്യേകിച്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് പറയുന്നത്? അതായത് പെരിന്തൽമണ്ണ പോലത്തെ ഒരു ആശുപത്രി സിറ്റിയിൽ നിരവധി ആശുപത്രികളുള്ള സ്ഥലത്ത് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ ഈ അതിമനോഹരമായ കെട്ടിടം തന്നെ മാതൃശിശു ബ്ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ 100-ൽ പരം ആൾക്കാരെ ഒരേ സമയത്ത് അഡ്മിറ്റ് ചെയ്യാനുള്ള സാഹചര്യവും അടിസ്ഥാനപരമായ കുട്ടികൾക്കുള്ള ജനനം തൊട്ടുള്ള എല്ലാവിധ അസുഖങ്ങൾക്കുള്ള ICU തൊട്ടുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളും അനുയോജ്യമായ എല്ലാ സാഹചര്യവും നിലനിൽക്കെ ഈ ആശുപത്രി പേരിൽ മാതൃശിശു ബ്ലോക്ക് എന്നതിന് പകരം സ്ത്രീകളെയും കുട്ടികളുടെയും ആശുപത്രി എന്നാക്കി മുന്നോട്ട് പോയാൽ ഇതിന് പ്രത്യേകമായ സ്റ്റാഫും അനുബന്ധ ഡോക്ടർമാരുടെയും എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു പുതിയ സംവിധാനത്തോടു കൂടി ഒരു ആശുപത്രിയായി മാറ്റിയാൽ തീർച്ചയായും പൊന്നാനിയുടെ ഇതേപോലത്തെ ആശുപത്രി കെട്ടിടം പോലെ മറ്റു സംസ്ഥാനത്തെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയെ പോലെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അതുവഴി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് വരുന്ന നിരവധി പാവപ്പെട്ടവർക്ക് ഈ പ്രത്യേക സാഹചര്യത്തിൽ അനുയോജ്യമായ സംവിധാനം, രോഗികൾക്ക് ചികിത്സ, കുട്ടികളുടെ അസുഖങ്ങൾക്ക് ചികിത്സ, കുട്ടികളുടെ ICU സംവിധാനങ്ങൾ, സ്ത്രീകൾക്ക് പ്രത്യേകം പെട്ടെന്നുള്ള പ്രയാസങ്ങൾക്ക് റെഫർ ചെയ്യുന്ന സംവിധാനമൊക്കെ മാറ്റി എല്ലാ സംവിധാനവും ഉപയോഗപ്പെടുത്താനുള്ള അടിസ്ഥാന സൗകര്യമുണ്ട് എന്നുള്ളത് ബോധ്യം കൊണ്ടാണ് മുമ്പ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഈ സന്ദർശന സമയത്ത് പോലും ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു. എല്ലാം യോജിച്ച ഒരു കാലഘട്ടത്തിൽ നിർബന്ധമായും ഒരു HMC മെമ്പർ എന്ന നിലയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അത് ഞാൻ അവതരിപ്പിക്കുകയും അത് പൂർണ്ണമായും HMC അംഗങ്ങൾ AK നാസറിൻ്റെ അനുവാദകരുമായി അംഗീകരിച്ചൊരു പ്രമേയമാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ടുള്ളത്. അതുവഴി നമ്മുടെ പെരിന്തൽമണ്ണയിലെ ജില്ലാ ആശുപത്രിയുടെ മുഖം മാറ്റുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് കൂടുതൽ ഗുണകരമാവും. അതാർക്ക്? സാധാരണക്കാരായ രോഗികൾക്ക്. മറ്റൊരു കാര്യം, ഈ ആശുപത്രി റോഡിൻ്റെ രണ്ട് വശങ്ങളിലാണ് ഈ ആശുപത്രിയുടെ ബ്ലോക്കുകളുള്ളത്. ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ, എല്ലായിടത്തും മുകളിലൂടെ നടപ്പാതയുണ്ട്. അതായത് രോഗികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? നിങ്ങൾ HMC മെമ്പർമാരെല്ലാവരും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. പെരിന്തൽമണ്ണ MLAയും ജില്ലാ പഞ്ചായത്ത് ചെയർമാനൊക്കെ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇതുവേണ്ടി ഈ നടപ്പാത, ആകാശപാത എന്ന രൂപത്തിൽ ആ ആശുപത്രിയുടെയും ഈ ആശുപത്രിയുടെയും ബന്ധിപ്പിക്കുന്ന റോഡ് മാർഗത്തിന് പുറമെ രോഗികൾക്ക് റോഡ് മുറിച്ച് കടക്കുന്നതും മറ്റും പ്രയാസങ്ങളും എസ്റ്റിമേറ്റുകളും അതിൻ്റെ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോയതാണ്. ഇതുവരെ അത് മാന്യമായി വെളിച്ചം കണ്ടിട്ടില്ല എന്നതാണ് സത്യം. തീർച്ചയായും ഈ ജില്ലാ പഞ്ചായത്തിൻ്റെയും MLAയുടെ ശ്രദ്ധയിൽ ഒരിക്കൽ കൂടി ഇത് കൃത്യമായി ബന്ധപ്പെടുത്തി ഈ നടപ്പാതയ്ക്കും കൂടിയും വേണ്ടിയുള്ള ഒരു ശ്രമം പൂർണ്ണമായും HMC ചെയർമാൻ തന്നെ നടത്തുന്നുണ്ട്, MLA നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു HMC മെമ്പർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതും ഇതിൽ ഞാൻ ആവശ്യപ്പെടാനും ഇത്തരത്തിലുള്ള സംവിധാനം, കാരണം നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ഒരു HMC മെമ്പർ കേട്ടറിഞ്ഞ് അവതരിപ്പിക്കേണ്ടതും നമ്മുടെ ഉള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതുവഴി ജനങ്ങൾക്ക് നൽകാനുള്ള, ആരോഗ്യരംഗത്ത് നൽകാനുള്ള വലിയ ഒരു മാറ്റം നമുക്ക് സംജാതമായി ജില്ലാ ആശുപത്രിയെ പെരിന്തൽമണ്ണയുടെ ആശുപത്രി സിറ്റി എന്നതിൽ ജില്ലാ ആശുപത്രിയുടെ പങ്ക് മുൻകാലത്തെ പോലെ നിർവഹിക്കാനും സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ജില്ലാ ആശുപത്രിയിലെ മാതൃശിശു വിഭാഗം സ്വതന്ത്ര വിഭാഗമാക്കണമെന്ന ആവശ്യം അദ്ദേഹത്തിൻ്റെ പ്രമേയം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഭാവിയിൽ അങ്ങനെ സംഭവിക്കും. അതുപോലെ ആകാശപാത, നടപ്പാത, അത് ഏറ്റവും ആവശ്യമാണ്. ദേശീയപാതയാണ്. രോഗികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് മുറിച്ച് കടത്ത് 2 ബ്ലോക്കിലേക്ക് നടക്കും. വലിയ അസൗകര്യമാണ്, അപകടങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനൊക്കെ പരിഹാരമായി നടപ്പാതയും ഉണ്ടാകും. അതിനുള്ള ശ്രമം ഉണ്ടാകും. MLA എല്ലാം ഇടപെടലുണ്ടാകുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട്, നീള 24 ലൈവ്.